ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കാൻ വന്നത് ഹ്യൂണ്ടായിൻ്റെ രണ്ട് i20 ആണ്. ഓട്ടോമാറ്റിക്കും ഉണ്ട്, മാനുവലും ഉണ്ട്. രണ്ട് വണ്ടിയും പെട്രോളാണ്. അത്യാവശ്യം നല്ല വൃത്തിയുള്ള വണ്ടികളാണ്. വേറെ മേജർ ആക്സിഡൻറ്റ് കാര്യങ്ങളൊന്നുമില്ല. 1.2 ആണ് വണ്ടിൻ്റെ എൻജിൻ CC വരിക. ഓട്ടോമാറ്റിക് പെട്രോൾ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം ഒരു 12-13. പെട്രോൾ മാനുവൽ ആണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 14 ആ ലെവലിലൊക്കെ വണ്ടിക്ക് മൈലേജ് പ്രതീക്ഷിക്കാൻ പറ്റും. അപ്പോൾ നിലവിൽ ഈ രണ്ട് i20 നമ്മളെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട്. ഓട്ടോമാറ്റിക് മാനുവലൊക്കെ i20 അന്വേഷിച്ച് എടുക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള വാഹനങ്ങളാണ് രണ്ടും. അപ്പോൾ ബാക്കി മൊത്തമായിട്ടുള്ള ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ നോക്കുകയെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ വരുന്ന വണ്ടി 2019 മോഡൽ ഓട്ടോമാറ്റിക് i20 ആണ്. സിംഗിൾ ഓണർഷിപ്പിൽ 70,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുണ്ട്. വണ്ടിയുടെ ഓപ്ഷൻ വരുന്നത് ആസ്റ്റയാണ്, ഏറ്റവും ടോപ്പിൻ്റെ വണ്ടിയാണ്. ഇൻ്റർ ഭാഗം നോക്കുകയെന്നുണ്ടെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത വൃത്തിൻ്റെ വണ്ടി, സീറ്റ് കവർ വണ്ടിക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ആസ്റ്റ് ആയതുകൊണ്ട് തന്നെ എല്ലാവിധ ഫീച്ചേഴ്സും വണ്ടിക്ക് വരും. പുഷ് ബട്ടൺ സ്റ്റാർട്ടൊക്കെയാണ് വരിക. പിന്നെ ഫോട്ടോ പവർ വിൻഡോ, മിറർ അഡ്ജസ്റ്റ്മെൻറ്റ്, മിറർ ഫോൾഡിങ്, സ്റ്റിയറിംഗ് കൺട്രോൾ, കമ്പനി സ്റ്റീരിയോ, എയർ ബാഗ്, ABS, ബാക്ക് വൈപ്പർ, അലോയ് വീൽ, അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് വരുന്നുണ്ട്. ടയർ ഭാഗമൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ടയറുണ്ട് വണ്ടിക്ക്. അപ്പോൾ വണ്ടിക്ക് റേറ്റ് വരുന്നത് 6,20,000 രൂപയാണ്. ഓൾമോസ്റ്റ് നമുക്കൊരു 5,80, 5,90 ആ ലെവലിലൊക്കെ വണ്ടിക്ക് ലോൺ ചെയ്യാൻ പറ്റും. അപ്പോൾ ചെറിയൊരു ഡൗൺ പേയ്മെൻറ്റിൽ ഒരു ഓട്ടോമാറ്റിക് i20. അടുത്ത വണ്ടി വരുന്നത് പെട്രോൾ മാനുവലാണ്. 2015 മോഡൽ. ആസ്റ്റനാണ് വണ്ടിൻ്റെ ഓപ്ഷൻ വരുന്നത്. ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. സെക്കൻഡ് ഓണർഷിപ്പിൽ 76,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുണ്ട്. മാനുവൽ വണ്ടി ആയതുകൊണ്ട് തന്നെ ഏകദേശം ഒരു 14-15 ലെവലൊക്കെ വണ്ടിക്ക് മൈലേജ് പ്രതീക്ഷിക്കാൻ പറ്റും. ഇൻ്റർ ഭാഗം നോക്കുകയെന്നുണ്ടെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത സീറ്റ് കവർ വണ്ടിക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ സെയിം ഫീച്ചേഴ്സ് തന്നെ വണ്ടിക്ക് വരിക. പുഷ് ബട്ടൺ സ്റ്റാർട്ട്, എയർ ബാഗ്, ABS, അങ്ങനെ സെയിം ഫീച്ചേഴ്സ് തന്നെയാണ് വണ്ടിക്ക് വരിക. മോഡൽ മാറ്റം മാത്രമേ ഉള്ളൂ, മാനുവലാണെന്നുള്ളൂ. അലോയിലൊക്കെ വണ്ടിക്ക് വരുന്നുണ്ട്. ടയർ ഭാഗം അത്യാവശ്യം കുഴപ്പമില്ലാത്ത ടയർ വണ്ടിക്കുണ്ട്. അപ്പോൾ വണ്ടിക്ക് റേറ്റ് വരുന്നത് 4,60,000 രൂപയാണ്. ഓൾമോസ്റ്റ് നമുക്കൊരു 3,60,000 വരെയൊക്കെ വണ്ടിക്ക് ലോൺ ചെയ്യാൻ പറ്റും. ഏകദേശം 1,00,000 രൂപേൻ്റെ ഉള്ളിലൊക്കെ ഡൗൺ പേയ്മെൻറ്റ് കാണേണ്ടി വരും. അപ്പോൾ നിലവിൽ ഈ രണ്ട് വണ്ടി നമ്മളെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട്. ബാക്കി മൊത്തമായിട്ടുള്ള ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമ്മളെ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. നമ്മുടെ സ്ഥലം വരുന്നത് കാക്കഞ്ചേരിയാണ്, രാമനാട്ടുകര അടുത്ത്, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്കൊക്കെ അടുത്താണ്. അപ്പോൾ ഇത്തരത്തിൽ മാനുവലോ അല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കൊക്കെ പെട്രോൾ വണ്ടി i20 ആരെങ്കിലുമൊക്കെ അന്വേഷിച്ച് നടക്കുന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള വാഹനങ്ങളാണ് രണ്ടും.